ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചരിയും പഴവും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാനോ നമ്മുടെ ഈ പലഹാരം ഉണ്ടാക്കാനോ നമുക്ക് കൂടുതൽ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. അപ്പം നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു പലഹാരം തന്നെയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരം എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു ബൗളിൽ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കഴുകി എടുത്തിട്ടുള്ള പച്ചരിയാണിപ്പോൾ. 1 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കൊരു 4-5 മണിക്കൂർ നമുക്ക് ഈ പച്ചരി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഇതിനൊരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി കപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ ഗ്ലാസ്സിനോ എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. കപ്പിൽ തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിനൊരു കപ്പ് എടുത്തതേ ഉള്ളൂ. ഇനി നിങ്ങൾ ഗ്ലാസ്സിന് വേണമെങ്കിലും എടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പച്ചരിയൊക്കെ നല്ലതുപോലെ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5-6 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇത് കുതിർന്ന് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ 4 മണി പലഹാരം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. വലിയ നേന്ത്രപ്പഴമാണെങ്കിൽ 1 എടുത്താലും മതിയാവും. ഇതിപ്പോൾ ഞാൻ ചെറിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പച്ചരി എടുത്തിട്ടുള്ളത് 1 കപ്പാണല്ലോ. അപ്പോൾ നമുക്ക് 1 കപ്പ് പഴവും ഇതുപോലെ വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വലിയൊരു പഴമാണെങ്കിൽ നമ്മൾ 1 പഴം എടുത്താൽ മതി. ഇതുപോലെ നമ്മുടെ പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 1 കപ്പ് പഴമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ചെറുതായതുകൊണ്ട് തന്നെ 2 നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ടാണ് എനിക്കിതുപോലെ 1 കപ്പ് പഴം കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ഈ പലഹാരത്തിലേക്ക് നമ്മൾ അരി എടുത്തിട്ടുള്ള അതേ അളവ് തന്നെ നമുക്ക് ഇതുപോലെ പഴവും വേണം. അപ്പം നമ്മുടെ അരിയൊക്കെ നല്ലതുപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ അരി ആ വെള്ളമൊക്കെ ഊറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മുടെ കുതിർന്നിട്ടുള്ള അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ പലഹാരം റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ ഇതുപോലെ കഴുകി കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അരി നമുക്ക് വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഇതുപോലെ അങ്ങ് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂണ് ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ പഴത്തിൻ്റെ മിക്സും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് വെള്ളം, 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഫസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നമ്മുടെ പഴം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതൽ വെള്ളം ഒഴിക്കരുത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കണ്ട. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പഴവും കൂടെ ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്നും കൂടെ നല്ലതുപോലെ തന്നെ അങ്ങ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പഴം കൂടെ ഇട്ടിട്ട് ഒരുമിച്ചിട്ട് അടിക്കുമ്പോൾ ചിലപ്പോൾ നല്ലതുപോലെ അരഞ്ഞ് കിട്ടില്ല. അത് കരുതിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ പഴം ഇട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ പഴം ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ തന്നെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് ചോറും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ചോറിട്ട് കൊടുത്തിട്ടും ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ബൗളെടുത്തിട്ട് ആ ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം. നമുക്കിനി ഇതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അരഞ്ഞ് കിട്ടാനുള്ള വെള്ളം മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 3 സ്പൂണ് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. 3 സ്പൂണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പാൽ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇനി ഇൻഗ്രീഡിയൻസ് ചേർക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ വെള്ളം കുറച്ച് ചേർത്തിട്ടത് അരഞ്ഞെടുക്കേണ്ട ഒരു പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കൂടിപ്പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിതുപോലെ 3 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം
ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ശർക്കര പാനി റെഡിയാക്കുമ്പോഴും നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. നമുക്ക് ആ തിക്കിലായിട്ടാണ് നമ്മൾ നമ്മുടെ ശർക്കര പാനി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കരുത്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ 3 ശർക്കരയിലേക്കും ഞാൻ 1/4 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ പലഹാരത്തിലേക്ക് നമ്മൾ വെള്ളം കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളത്തിൻ്റെ അളവ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പലഹാരം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ശർക്കര പാനി അങ്ങ് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര ഇതുപോലെ അങ്ങ് മെൽറ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. കൂടുതൽ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇനി നമുക്കിതങ്ങ് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മുടെ ശർക്കര മെൽറ്റായിട്ട് വരും. ഇതുപോലെ ഇടയ്ക്കൊന്ന് തീയൊരു മീഡിയത്തിലിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ശർക്കരയൊക്കെ എല്ലാം നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ മിക്സിലേക്ക് നമുക്ക് ചൂടോടുക്കനെ തന്നെ ഒരരിപ്പ വെച്ച് അരിച്ചിട്ട് നമ്മുടെ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ആ ചൂട് ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ചൂടോടുക്കനെ തന്നെയാണ് നമ്മൾ നമ്മുടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചൂടോടുക്കനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് അരിച്ചിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അരിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ചൂടോടുക്കനെ തന്നെ ഇതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരിച്ചിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് അരിച്ചെടുത്തിട്ട് ഒഴിച്ചെടുക്കാൻ വേണ്ടി. നല്ലതുപോലെ തിക്കായിട്ടില്ല, എന്നാൽ ആണേനും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നമുക്കത് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചൂടോടുക്കാൻ ഒഴിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുക. വേഗം മിക്സ് ചെയ്ത് കിട്ടും. ആദ്യം നമുക്ക് ഇതുപോലെ കുറച്ച് തിക്കായിട്ട് തോന്നുകയാണെങ്കിലും പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഞാനിതുപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ബാറ്റർ ഇതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് നമ്മുടെ ഈ പലഹാരത്തിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് കറുത്ത എള്ളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് കറുത്ത എള്ളും കൂടെ 1 സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു തേങ്ങാക്കൊത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് നമുക്കൊന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ തേങ്ങാക്കൊത്ത് ചെയ്യുന്നത്. അത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലതുപോലെ തന്നെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നമ്മുടെ തേങ്ങാക്കൊത്തും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലതുപോലെ തന്നെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 മിനിറ്റും കൂടെ ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്ത് എടുക്കുമ്പോൾ കനല്ലാതെ തേങ്ങ അരിഞ്ഞിട്ട് എടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിലേ നമ്മുടെ ഈ 4 മണി പലഹാരത്തിലേക്ക് ഒരു ടേസ്റ്റേ ഉള്ളൂ. അപ്പോൾ കനല്ലാതെ നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുക്കനെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ മാവിലേക്ക് നമുക്കിതങ്ങ് ചൂടോടുക്കനെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതുപോലെ ചൂടോടുക്കനെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇത് തേങ്ങാക്കൊത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചൂടോടുക്കനെ തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ 4 മണി പലഹാരം നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട്
നിൽക്കുമ്പോൾ ആ ടൈമിലാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കൊരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഉപ്പ് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും തിക്നെസ്സിലാണ് നമുക്കിത് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കുക. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ 4 മണി പലഹാരം എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഗ്യാസിൽ ഇതുപോലെ ചട്ടി വെച്ച് കൊടുക്കാം. ഇനി നമ്മളൊരു ബ്രഷ് കൊണ്ട് ഇതുപോലെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നെയ്യ് വേണമെങ്കിലും എടുക്കാം. അതുപോലെ ഒന്ന് നമ്മുടെ ചട്ടി ചുറ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് നമുക്കിതിൽ 3 കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ കട്ടിക്ക് വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 കയ്യിലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ നമ്മുടെ ആ തേങ്ങാക്കൊത്തുനിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിരുന്നു. അത് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ തേങ്ങാക്കൊത്ത് മുഴുവനായിട്ടും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല, കുറച്ച് മാറ്റി വെച്ചിരുന്നു. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങളും കുറച്ച് തേങ്ങാക്കൊത്ത് അതിൽ നിന്ന് മാറ്റി വെക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2, 3, 4, 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചട്ടിയിൽ ഇത് ചുട്ടെടുക്കാം. ഇതുപോലെ തന്നെ ചുട്ടെടുക്കണം എന്നില്ല. നമ്മൾ പാലപ്പം റെഡിയാക്കുന്ന ചട്ടിയിലും നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഒഴിച്ച് കൊടുത്തത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 2-3 മിനിറ്റ് ഇതും കൂടെ ഒന്ന് വേവിച്ചിട്ട് പിന്നെ നമുക്ക് ഒന്നും കൂടെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്ത് വീഡിയോയിൽ പെട്ടിട്ടില്ല. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചുട്ടെടുക്കേണ്ടതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങ് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചട്ടിയിൽ ചെയ്തെടുത്തുന്നുള്ളൂ. നമ്മൾ പാലപ്പ ചട്ടിയിലാണെങ്കിൽ നമുക്ക് വേറൊരു ഷേപ്പിലായിട്ട് അങ്ങനെയും ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമതും ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. നമ്മൾ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മുടെ ചട്ടി മുഴുവനും നമ്മുടെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 3 കയ്യിലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള പലഹാരമാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 കയ്യിൽ വെച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടാണ് അത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ചുട്ടെടുക്കേണ്ടതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്തെടുക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത്രയും ടേസ്റ്റ് നമുക്ക് കൂടുതൽ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആ മാവ് കഴിയുന്നത് വരെ നമുക്കിതുപോലെ അങ്ങ് ചുട്ടെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് മുഴുവനായിട്ടും അപ്പോൾ നമ്മുടെ പലഹാരം മുഴുവനായിട്ടും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.